സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ അന്തരിച്ചു. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 20 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. 36 വയസ്സായിരുന്നു. നിത്യനിദ്രയിലേക്ക് മടങ്ങി ലോകത്തെ ഉറങ്ങുന്ന രാജകുമാരൻ. സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരനാണ് അന്തരിച്ചത്. 20 വർഷമായി റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 36 വയസ്സായിരുന്നു രാജകുമാരന്. ഉറങ്ങുന്ന രാജകുമാരൻ എന്ന പേരിൽ ആഗോളതലത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ശതകോടീശ്വരനായ ഖാലിദ് ബിൻ തുലാൽ രാജകുമാരന്റെ മകനാണ് അദ്ദേഹം. അൽ വലീദിന് പരിക്കേൽക്കുന്നത് 2005 ലണ്ടനിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിലാണ്. 2005 മിലിറ്ററി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടം. റോഡ് അപകടത്തിൽ പ്രിൻസ് അൽ വലീദിന് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി കോമയിലേക്ക് മാറി. 20 വർഷമാണ് മെക്കാനിക്കൽ വെന്റിലേഷനെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിൻബലത്തിൽ രാജകുമാരൻ ജീവിച്ചത്. അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കമുണ്ടായത് 2019 പറയുന്നത്. അന്ന് അദ്ദേഹം വിരലനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് മെഡിക്കൽ ലോകത്തിന് തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തി പിന്നീടൊരു മാറ്റവും അദ്ദേഹത്തിനുണ്ടായില്ല. ആശുപത്രിയിൽ പിന്നീട് സാങ്കേതിക സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് അതിന് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ഖാലിദ് ബിൻ തലാലും അമ്മ രാജകുമാരി റീമ ബിൻ തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബം ആരോഗ്യവാനായി തന്നെ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുമെന്ന ആശ എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ചികിത്സ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു ആ കുടുംബം. ദൈവം മകന് മരണം വിധിച്ചിരുന്നെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നായിരുന്നു പിതാവെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മകന്റെ ജീവൻ ഇത്രയും കാലം വൈദ്യസഹായത്തോടെ നിലനിർത്തിയതും. അൽ വലീദ് രാജകുമാരന്റെ സംസ്കാരം റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ നടക്കും. സംസ്കാര പ്രാർത്ഥനകൾ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ 3 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.